പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്ന് പറയുന്നത് ദുനിയാവിൽ അവസാനിച്ചു പോകുന്ന ഒരു ബന്ധത്തിന്റെ പേരല്ല. പല ബന്ധങ്ങളും ദുനിയാവ് കൊണ്ട് അവസാനിക്കുമെങ്കിലും മക്കൾ, സന്താനങ്ങൾ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ അമാനത്താണ്. അല്ലാഹുവിൽ നിന്നുള്ള സമ്മാനമാണെന്നാണ്. ഔലാദുക്കും ഹിബത്തുല്ലാഹി ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകൾ, വിശ്വസ്തമായ സ്വത്തുകളാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനങ്ങളാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ഒരാളൊരു സ്വത്ത് നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അതിനെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം ധാർമ്മികമായി നമ്മൾക്കുണ്ട്. ഒരാൾ നമുക്ക് നൽകുന്ന വിലയേറിയ ഒരു സമ്മാനം അതിനെ വളരെ സൂക്ഷ്മതയോടുകൂടി പരിപാലിക്കുന്ന ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ലോക സൃഷ്ടാവായ റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയ സമ്മാനങ്ങളാണ് നമ്മുടെ മക്കൾ എന്നുള്ള ചിന്ത മാതാപിതാക്കളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. ദുനിയാവിൽ തന്നെ നോക്കൂ, എത്രയോ മനുഷ്യർ സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നത് കാണാം. ഒരു കുട്ടി ജനിക്കാത്തതിന്റെ പേരിൽ, ഒരു കുഞ്ഞ് ഉണ്ടാകാത്തതിന്റെ പേരിൽ, ഒരു കുഞ്ഞിക്കാൽ കാണാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തുണ്ട്. പ്രവാചകന്മാർ വരെ വളരെയേറെ പ്രതീക്ഷയോടെ അള്ളാഹുവിനോട്, എനിക്ക് ശേഷം നല്ല ഒരു സന്താനത്തെ എന്റെ വാരിസായി, എന്റെ പാതയെ പിൻപറ്റി നടക്കാൻ പറ്റുന്ന അനന്തരഗാമികളെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച മഹാന്മാരായ പ്രവാചകന്മാരുണ്ട്. അല്ലാഹുവേ, എനിക്ക് നീ ഒരു നല്ല സന്താനത്തെ നൽകണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്ന വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാരുടെ ചരിത്ര ഭാഗങ്ങളുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായ അമ്പിയാക്കൾക്ക് പോലും, പല ആളുകൾക്കും അവരുടെ അനന്തരഗാമികളായ മക്കളെ വളരെ കാലങ്ങൾ താമസിച്ച ശേഷമോ അല്ലെങ്കിൽ നൽകാതിരിക്കുകയോ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അള്ളാഹു നമുക്ക് നൽകിയ മക്കൾ, അത് ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ വേർതിരിവൊന്നുമില്ല, അത് രണ്ടും അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനങ്ങളാണ്. ആ മക്കളെ നന്നായി പഠിപ്പിക്കുകയും വളർത്തുകയും അവരെ നല്ലവരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്നാമതും രണ്ടാമതും മൂന്നാമതും രക്ഷകർത്താക്കളുടെ മേലുള്ളതാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി. അല്ലാഹു നമ്മെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളെ തൊട്ടും നാളെ നാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. നമ്മുടെ സന്താനങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിലെത്തുന്ന നേരം നാം ഉത്തരം പറയേണ്ടി വരും എന്നൊരു ബോധ്യം നമ്മുടെ എല്ലാവരുടെയും ഖൽബിലുണ്ടാകണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സന്താന പരിപാലനത്തിന്റെ മനോഹരമായ മാതൃകകളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മക്കൾക്കുമേൽ മാതാപിതാക്കൾക്ക് ചില കടമകളുണ്ട്. മക്കൾക്ക് മാത്രമല്ല മാതാപിതാക്കളോട് കടമകളുള്ളത്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് മകൾക്ക് അവരുടെ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചാണെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ വലിയ കടമകളുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ മക്കളെ വാത്സല്യത്തോടെ ചുംബിക്കുന്നത് കണ്ടപ്പോ, അങ്ങ് മക്കളെ ചുംബിക്കുകയാണോ നബിയെ എന്ന് ചോദിച്ച അറാബിയായ ഒരു മനുഷ്യനുണ്ട്. അങ്ങ് ഈ കുഞ്ഞുമക്കളെയൊക്കെ ചുംബിക്കുകയാണോ? അങ്ങ് ആരാണ്? അങ്ങ് ലോകത്തിന്റെ പ്രവാചകൻ, മദീനയുടെ നേതാവ്, സമൂഹത്തിന് നേതൃത്വം നൽകുന്നയാൾ, നേതാവും നേതൃത്വവും എല്ലാം മേളിച്ച ഒരു മഹാവ്യക്തിത്വം കുഞ്ഞുമക്കളുടെ കൂടെ ഇങ്ങനെ കളിക്കുകയാണോ? അവരെ ചുംബിക്കുകയാണോ? അവരെ വാത്സല്യം കൊണ്ട് വാരി പുണരുകയാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് വാത്സല്യം കാണിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചെറിയ മക്കളെ വാരി പുണർന്നു, തോളിലേറ്റി തെരുവോരങ്ങളിലൂടെ നടന്നു, അവരുടെ കൂടെ കളിച്ചു. അതോടൊപ്പം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. മഹാനരായ സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. തന്റെ പ്രിയപ്പെട്ട പിൻഗാമികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം
അലൈഹിസ്സലാം നടത്തിയതായി പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പിൻഗാമികളെ മുഴുവൻ നിസ്കരിക്കുന്നവരാക്കണം, ആരാധനകളിലാക്കണം, അവർക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കണം. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തു നിന്നുകൊണ്ടും സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സയ്യിദുനാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം ഗുണകാംക്ഷയോടെ നടത്തിയ വർത്തമാനങ്ങളെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാം അവിടുത്തെ മക്കളോട് നടത്തിയ വർത്തമാനങ്ങളെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങളും അല്ലാഹുവിന്റെ കലാം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅലുഹു യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു നടത്തിയ വലിയ മഹത്തരമായ ഉപദേശങ്ങളെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആ മക്കളെ ഉപദേശിക്കുകയും ഗുണകാംക്ഷയോടുകൂടി അവരുടെ ശുഭപ്രതീക്ഷയോടെയുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായ തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അതെപ്പോഴും നൽകുകയും അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇബാദുർ റഹ്മാൻ നടത്തുന്ന വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളുടെ കൂട്ടത്തിലുള്ളതാണ് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നരകത്തെ തൊട്ടുള്ള കാവൽ ചോദിക്കുന്നതോടൊപ്പം തന്നെ വിവിധങ്ങളായ വിഷയങ്ങളെ ഗൗരവമായി റബ്ബിനോട് പറയുന്ന കൂട്ടത്തിൽ ഇബാദുർ റഹ്മാൻ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അവരുടെ പിൻഗാമികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മക്കളും കുടുംബങ്ങളും നമുക്കുള്ള അലങ്കാരമാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. പരിശുദ്ധമായ ഖുർആൻ നമ്മെ അത് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നമ്മുടെ മക്കളുടെ അവധിക്കാലമാണ്. ഈ കാലത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വളരെയേറെ ജാഗ്രതയുണ്ടാകേണ്ടവരാണ്. വിശാലമായ ഒരു അവധിക്കാലം, ഒരു 60 ദിവസങ്ങളോളം നിൽക്കുന്ന ഈ പീരീഡിൽ എന്റെ മകൻ അവന്റെ ജീവിതത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്താൻ ഓരോ മാതാപിതാക്കളും പ്രതിജ്ഞ ചെയ്യേണ്ട സമയമാണ്. ഈ വെക്കേഷൻ പീരീഡ് നമ്മുടെ ശ്രദ്ധ അവർക്ക് ലഭിക്കാതെ പോയാൽ അവർ ഈ ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിൽ മറ്റേതെങ്കിലും ഇടപാടുകളിൽ അവരുടെ ജീവിതവും അവരുടെ മൂല്യമുള്ള സമയവും അവർ നഷ്ടപ്പെടുത്തിക്കളയും. അതിനു പകരം 60 ദിവസം തുടർച്ചയായി സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന, വീട്ടിലെ TV സ്ക്രീനിൽ, കയ്യിലെ മൊബൈൽ ഫോണുകളിൽ, മറ്റു സോഷ്യൽ മീഡിയ ഉപകരണങ്ങളിൽ മാത്രം ചെലവഴിക്കുന്ന ഒരു വിദ്യാർത്ഥി 60 ദിവസങ്ങൾക്കപ്പുറം ചെല്ലേണ്ടത് മണിക്കൂറുകളോളം ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ക്ലാസ് മുറികളിലേക്കാണ്. പലപ്പോഴും രക്ഷകർത്താക്കൾ മറന്നുപോകുന്ന ഒരു കാര്യമല്ലേ, 60 ദിവസങ്ങൾ തുടർച്ചയായി രാവും പകലും ഈ സ്ക്രീൻ ഉപയോഗിക്കുന്ന മകൻ പിന്നെ ചെല്ലേണ്ടത് 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 പീരീഡുകൾ, 7 പീരീഡുകളൊക്കെ സ്ക്രീനുകൾ കാണാത്ത, അല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാൻ അവസരമില്ലാത്ത, അവന്റെ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ പഠനത്തിന്റെ ഭാഗമായി ക്ലാസ് മുറികളിലേക്കല്ലേ. അവിടെ എത്തുന്ന സമയത്ത് ആ കുട്ടിയുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാൻ, ഓർമ്മശക്തിയിൽ കുറവുണ്ടാകാൻ, വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നമ്മുടെ മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 5 മിനിറ്റ് മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയാൽ ലോകം തന്നെ മറന്നു പോകുന്ന മക്കളുണ്ട്. അതൊന്ന് കയ്യിലേക്ക് കിട്ടാൻ അവർ കാണിക്കുന്ന പരാക്രമങ്ങൾ നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നവരാണ്. ഈ 60 ദിവസങ്ങൾ തുടർച്ചയായി ഇത് ഉപയോഗിച്ചിട്ട് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് പഠിക്കാൻ ചെല്ലുന്ന എന്റെ മകന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാൻ ഓരോ രക്ഷകർത്താക്കളും തയ്യാറാകുന്നതോടൊപ്പം ഈ അവധിക്കാലം നല്ല ഒരവസരമായി കണ്ടുകൊണ്ട് നമ്മുടെ മക്കളെ നന്മ പഠിപ്പിക്കാൻ നാം തയ്യാറാകണം. നന്മയിലേക്ക് നടത്താൻ നാം തയ്യാറാകണം. ഉപദേശിക്കാൻ നാം തയ്യാറാകണം. അവരുടെ കൂടെ നിന്ന് അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് വിശാലമായ സ്വപ്നങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കാൻ മാതാപിതാക്കളായ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, ഈ അവധിക്കാലം വളരെ വലിയ ഒരു സമയം അവന്റെ ജീവിതത്തിലെ വളരെ മൂല്യമുള്ള സമയമാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം പറയട്ടെ. നമ്മുടെ മക്കൾ അവധിയിൽ വീട്ടിലുണ്ടാകുന്ന സമയത്തെങ്കിലും നമ്മുടെ മക്കളോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കാൻ മാതാപിതാക്കൾ അവസരമുണ്ടാക്കണം. ആൺകുട്ടികളെ
കുട്ടികളെ പള്ളികളിലേക്ക് പറഞ്ഞയക്കണം. പെൺമക്കളുണ്ടെങ്കിൽ ഉമ്മമാരുടെ കൂടെ നിന്ന് നിസ്കരിക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മക്കൾ നല്ല വായനാശീലമുള്ളവരാകണം. കാലം എത്ര കഴിഞ്ഞാലും വായനാശീലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നല്ല പുസ്തകം അല്ലെങ്കിൽ 2 പുസ്തകങ്ങൾ ഈ അവധിക്കാലത്ത് വായിച്ചു തീർക്കുവാനുള്ള പ്രചോദനം നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ടതുണ്ട്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് എഴുത്തുകൾ ലോകത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. പുതിയത് വായിക്കാനേറെയുണ്ട്, പഠിക്കാനേറെയുണ്ട്, അറിയാനേറെയുണ്ട്, ചിന്തിക്കാനേറെയുണ്ട്. ആ വിഷയങ്ങളിലേക്ക് നമ്മുടെ മക്കളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയും നമ്മുടെ മക്കൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുകയും ഒരു ദിവസം കുറഞ്ഞ സമയം പുസ്തകങ്ങൾ വായിക്കാൻ, ആനുകാലികങ്ങൾ വായിക്കാൻ, പത്രമാധ്യമങ്ങൾ വായിക്കാൻ, പുതിയ കാലത്തിന്റെ ചുറ്റുപാടുകളെ അറിയാൻ പറ്റുന്ന പാകത്തിലുള്ളവരായി മാറാൻ നമ്മുടെ മക്കളെ നമുക്ക് പ്രേരിപ്പിക്കാൻ കഴിയും. അതുപോലെ അവർക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരൽപ്പം നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ. ഈ 60 ദിവസം സ്കൂളുകളിൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളാണ്. വേറെ വലിയ അധ്വാനങ്ങളൊന്നുമില്ല. ഒരൽപ്പം നേരത്തെ എഴുന്നേറ്റ് ഒരു 4:30 എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മുടെ മക്കളെ നമുക്ക് പര്യാപ്തമാക്കിയെടുക്കാം, പ്രാപ്തമാക്കിയെടുക്കാം. ആ മക്കൾ ആ നേരത്തെ എഴുന്നേൽക്കുന്നത് തുടർച്ചയായി 2 മാസം ഒരുപോലെ എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ പിന്നീട് അവർക്ക് പഠിക്കാനുള്ള, പിന്നീട് അവർ പഠിക്കുന്ന പഠനത്തിന്റെ മേഖലകളിലേക്ക് കടക്കുമ്പോൾ അതിരാവിലെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം പഠിക്കാൻ ഏറ്റവും നല്ല സമയം അതിരാവിലെയാണ്. ആ രാവിലെ എഴുന്നേൽക്കാൻ അവർക്കൊരു പ്രയാസവും ഉണ്ടാവില്ല. തുടർച്ചയായി 60 ദിവസം തഹജ്ജുദ് നിസ്കരിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠന മേഖലയിലേക്ക് കടന്നാലും അവന് തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതുപോലെ ളുഹാ നിസ്കരിക്കാൻ അവനെ നമ്മൾ പഠിപ്പിക്കുക. നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ പരിപാലിക്കാൻ ഈ ചിട്ടകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കാലം അത് ഈ വെക്കേഷൻ കാലമാണ്. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമ്മൾ അവർക്കെല്ലാം നൽകുന്നുണ്ട്. ഉസ്താദെ, ഞാൻ അധ്വാനിക്കുന്നത് മുഴുവനും എന്റെ മക്കൾക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നതെല്ലാം, കൈമെയ് മറന്നുകൊണ്ടുള്ള ഈ അധ്വാനങ്ങളെല്ലാം. പക്ഷെ അവർ നേരായ വഴിയിലേക്ക് വരുന്നില്ല എന്ന് പരിതപിക്കുന്ന ഉപ്പമാരില്ലേ, പ്രയാസപ്പെടുന്ന ഉമ്മമാരില്ലേ? മനസ്സിലാക്കാൻ കൂടിയാണ്. അവരെ തർബിയത്ത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. മഹാന്മാരായ നബിമാരെ നോക്കൂ. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ. മഹാന്മാരായ നബിമാർ അവരുടെ മക്കളെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ ഉപദേശിക്കുകയാണ്. ദീൻ മുറുകെ പിടിച്ചു ജീവിക്കാൻ അവരെ പര്യാപ്തമാക്കുകയാണ്. നമ്മുടെ മക്കളെ നമ്മൾ സദാ ഉപദേശിക്കുകയും അതിനു വേണ്ട വഴികളും അതിനു വേണ്ട ചാനലുകളും നാം തയ്യാറാക്കി നൽകുകയും ചെയ്യുക. അവരെ നല്ല മൊറാലിറ്റി ഉള്ളവരായി, സ്വഭാവം ശുദ്ധീകരിക്കപ്പെട്ടവരായി നാം മാറ്റിയെടുക്കുക. അവരോടൊപ്പം യാത്രകൾ ചെയ്യുക, മാനസിക ഉല്ലാസത്തിനാവശ്യമായ യാത്രകൾ നടത്തുക, കുടുംബങ്ങളിലേക്ക് ഇറങ്ങുക. നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മക്കൾക്ക് എത്രയാണ് അറിയുന്നത്? ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. നമ്മൾ ഇന്ന് കുടുംബത്തിന്റെ മഹിമ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മൂത്താപ്പമാരെ, വല്യാപ്പമാരെ, കാരണവന്മാരെ, കുടുംബ ബന്ധങ്ങളെ കുറിച്ചുള്ള ധാരണകൾ തന്നെ ഇല്ല. ആ മക്കളെ കൊണ്ട് കുടുംബങ്ങളിൽ സന്ദർശനം നടത്തുക, അവരോടുള്ള ബന്ധങ്ങളുടെ മൂല്യങ്ങളെ നാം പറഞ്ഞു കൊടുക്കുക. നമുക്ക് ശേഷവും ആ ബന്ധങ്ങൾ പരിപാലിക്കേണ്ടത് നമ്മുടെ മക്കളാണ്. ഖബർസ്ഥാനിലേക്ക് വരൂ, ചൂണ്ടിക്കാണിച്ചു കൊടുക്കൂ. ഇത് വല്യുപ്പയുടെ ഖബറാണ്, ഇത് കാരണവന്മാരുടെ ഖബറാണ്, ഇത് മുൻഗാമികളുടെ ഖബറാണ്. അവരെ കൊണ്ട് സിയാറത്തിനു വേണ്ടി യാത്ര ചെയ്യുക. ഖബറുകൾ പ്രിയപ്പെട്ടവരുടേത് സിയാറത്ത് ചെയ്യുക. ഇങ്ങനെ ഓരോ മാതാപിതാക്കളും ഈ വെക്കേഷൻ കാലം എന്റെ മകൻ ഏതോ പന്തുകളിപ്പാടത്ത് ആടിത്തിമിർത്ത് കളിച്ചു തിമിർത്ത് തീർക്കാനുള്ളതല്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളുമായി കവലകളിൽ കുത്തിയിരിക്കാനുള്ളതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് സമയം കളയാനുള്ളതല്ല. എന്റെ മകൻ എനിക്ക് ദുനിയാവിൽ എന്റെ കൈ പിടിക്കേണ്ട മോനാണ്. നാളെ ആഖിറത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് മുറിഞ്ഞു പോകാതെ കിട്ടുന്ന ഫലങ്ങളിൽ ഒന്ന് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്താനത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ അവധിക്കാലം അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ നാം തയ്യാറാകണം. നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കുന്നതിനെ കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. നമുക്ക് ശേഷം നമ്മുടെ കുടുംബം
കുടുംബവും നമ്മുടെ നാടും നമ്മുടെ സമൂഹവും അതൊക്കെ നയിക്കാൻ പര്യാപ്തമാകുന്ന തരത്തിൽ നമ്മുടെ മക്കളുടെ സ്വഭാവവും നമ്മുടെ മക്കളുടെ ജീവിതവും ക്രമപ്പെടുത്തിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അവരെ മോൾഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ടാകണം. അവരുടെ ചിന്തകൾ അഡിക്ഷനുകളിലേക്ക് അവർ പോകുന്ന ഒരു കാലമായി പോകരുത്. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥി പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഓരോ അക്കാഡമിക് ഇയർ കഴിയുമ്പോഴും അധ്യാപകരായ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ പെട്ടതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ വരെ ഫുൾ ടൈം ഫോണുകളിൽ ഇരുന്ന കുട്ടിയാണ് ഇന്ന് വന്ന് പുസ്തകത്തിന്റെ മുന്നിലിരിക്കുന്ന നേരം അവൻ ഇരിക്കാൻ കഴിയുന്നില്ല. ഡിപ്രഷൻ, ഒരു കാരണവുമില്ലാത്ത ഡിപ്രഷൻ അനുഭവിക്കുകയാണ്. മാനസികമായ അസ്വസ്ഥതകൾ തോന്നുകയാണ്. ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത ഒരു സാഹചര്യം, ശ്രദ്ധ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അത്തരം ഒരു അപകടത്തിലേക്ക് നമ്മുടെ മക്കളെ തള്ളിവിടുന്ന, അഡിക്ഷനുകളിലേക്ക് നമ്മുടെ മക്കളെ തള്ളിവിടുന്ന അവധിക്കാലമായി പോകരുത്. നമ്മുടെ മക്കളുടെ അവധിക്കാലം എന്ന ഗൗരവമായ ചിന്ത മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ, സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്നവരാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാടുകൾ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുകയാണ്. വളരെ കൃത്യതയോടുകൂടി നമ്മുടെ സമ്മതിദാനാവകാശങ്ങളെ വിനിയോഗിക്കുന്നവരാകണം. ജനാധിപത്യപരമായ അവകാശങ്ങളെ വിനിയോഗിക്കുമ്പോൾ നല്ല ചിന്തയും മുന്നോട്ടുള്ള നാടിനെ കുറിച്ച്, സമൂഹത്തെക്കുറിച്ചുള്ള വിചാരപ്പെടലുകളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. കക്ഷി രാഷ്ട്രീയങ്ങളെ കുറിച്ചല്ല നാം സംസാരിക്കുന്നത്, അതിന്റെ വേദിയുമല്ല. നിങ്ങൾ ഓരോരുത്തരും അതിൽ കൃത്യമായ ബോധ്യമുള്ളവരാണ്. നമ്മുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നാടിന്റെയും സമൂഹത്തിന്റെയും നന്മകൾക്ക് ഒപ്പം നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ കണ്ടെത്തുകയും നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും വേണം. അതിനോരോരുത്തരും അതിൽ ഉപേക്ഷകൾ വിചാരിക്കരുത്. നമ്മുടെ മക്കളെ നാം വോട്ട് ചെയ്യാൻ, പ്രായമായ മക്കൾ, ചെറുപ്പക്കാർ പലപ്പോഴും ഇത്തരം പ്രോസസ്സുകളിൽ നിന്ന് പിന്നോട്ട് പോകും. അതൊരിക്കലും ഉണ്ടാകരുത്. വോട്ട് ചെയ്യുന്നവരാകണം. രാജ്യം നമുക്ക് നൽകിയ അവകാശങ്ങളെ കൃത്യമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മുടെ നാടുകൾക്ക് നന്മ നൽകുമാറാകട്ടെ. അവധിക്കാലത്തോടനുബന്ധിച്ച് ഇൻഷാ അള്ളാഹ് 2 മാസമുള്ള ഈ അവധിക്കാലം പല വിദ്യാർത്ഥികളും മദ്രസകൾ കഴിഞ്ഞ കുട്ടികളുണ്ട്. ഒരു 13-14 വയസ്സ് മദ്രസ വിദ്യാഭ്യാസം നിർത്തിയിട്ട് സ്കൂൾ വിദ്യാഭ്യാസം മാത്രം തുടർന്നു പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇൻഷാ അള്ളാഹ് എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെ 13 വയസ്സ് പ്രായം മുതൽ അല്ലെങ്കിൽ 14 വയസ്സ് മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു 20 വയസ്സ് പ്രായം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ ആഴ്ചയും, ഞായറാഴ്ച ആകാത്തത് കല്യാണം ഉള്ളത് കൊണ്ടാണ്, ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഒരാഴ്ചയിൽ, ഒരു വീക്കിൽ ഒരു 2 മണിക്കൂർ അവരുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായാൽ അവരെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ ഇൻഷാ അള്ളാഹ് അവർക്ക് വേണ്ട പരിശുദ്ധമായ ഖുർആനും അതുപോലെ ഹദീസുകളും അവരുടെ വിശ്വാസശാസ്ത്രവും, നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത വലിയ അപകടങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ പോകുന്നത്. വിശ്വാസപരമായി അവരുടെ വിശ്വാസവും ഈമാനുമൊക്കെ ദുർബലപ്പെട്ടു പോകുന്ന കാലമാണ്. അവരൊക്കെ ഈ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, എത്തീസ്റ്റുകൾ, നിരീശ്വരവാദികൾ, ദൈവമില്ലെന്ന് പറയുന്നവർ, അള്ളാഹു ഇല്ലെന്ന് പറയുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തും റിസാലത്തും നിഷേധിക്കുന്നവർ, മതങ്ങളെ കളിയാക്കുന്നവർ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 10 പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ ഫോണിൽ വരിക ഇത്തരം കാഴ്ചകളും കേൾവികളും ഒക്കെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന്റെ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ മക്കളൊക്കെ ഈമാനുള്ളവരാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് നമുക്കവർ ഉപകാരപ്പെടുന്നത്. ആ മക്കളുടെ ഈമാൻ നിലനിർത്താൻ ഇത്തരം അവസരങ്ങൾ കണ്ടെത്തി ഒരു 8 ആഴ്ചകൾ നീളുന്ന ഒരു മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കുട്ടികൾക്ക് 1.5 മണിക്കൂർ ക്ലാസ്സുകളോടൊപ്പം തന്നെ അവരുടെ ഇത്തരം വിഷയങ്ങളിലെ സംശയങ്ങൾ ദൂരീകരിക്കാൻ, ഭാവിയിൽ ഒരു ഫ്യൂച്ചർ, അവരുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കാൻ, ഇതിനൊക്കെ ഒരു അവസരം ഇൻഷാ അള്ളാഹ് നമ്മുടെ മഹല്ലിന്റെ നേതൃത്വത്തിൽ നാം സംഘടിപ്പിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും എത്രയോ സമയം നമ്മുടെ മക്കൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരു 2 മണിക്കൂർ. പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, കാരണവന്മാർ, വല്യുപ്പമാർ, നിങ്ങളുടെ ചെറുകുട്ടികളെ, നിങ്ങളുടെ പേരക്കുട്ടികളെ, നിങ്ങളുടെ മക്കളെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും ഇത്തരം അവസരങ്ങൾ നമ്മളൊക്കെയും ഉപയോഗപ്പെടുത്തുകയും വേണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ജീവിതത്തിനും ഉപകാരപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കളെ എല്ലാവരെയും ആക്കി തരുമാറാകട്ടെ. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ, വിഷമങ്ങളെല്ലാം അല്ലാഹു അകറ്റി നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.